ഹായ് ഗായ്സ്. സോ ഞങ്ങൾ മന്തിക്ക് വെയിറ്റ് ചെയ്യാണ്. 3:08 വരുള്ളൂ. വെയിറ്റ് ചെയ്ത് ശബ്ദം വരെ വന്നു ഗൈസ്. എനിക്ക് പിന്നെ മേടിക്കണ്ടായിരുന്നില്ല, തേങ്ങ തോന്നിപ്പോയി, അത്രയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ 3 മണി ആയല്ലോ, ഞാൻ 2:30 ഫുഡ് കഴിക്കുന്നു. അപ്പോൾ വിശന്നിട്ട് എൻ്റെ കോലം കണ്ട് നിങ്ങൾ നെറ്റരുത്, ഞാൻ വീട്ടിലിങ്ങനെയാണ് ഇരിക്കാം. അങ്ങനെ പൈസ ഒക്കെ ഇങ്ങനെ കാണിച്ച്, പൈസ ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾ പൈസ ഇങ്ങനെ ഇറക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ചോദിച്ചു മന്തി മേടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ച് കാണിച്ച് മൗനം സമ്മതം എന്നാണല്ലോ. അങ്ങനെ മന്തിച്ചേട്ടൻ ഓർഡറുമായി വന്നു, മന്തി കൊടുന്നു. മന്തി നല്ല ചൂടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ അമ്മൂട്ടി അതൊക്കെ പിടിച്ചിട്ട് ഞാൻ എൻ്റെ വ്ളോഗിലേക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നത് ചോദിച്ചപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവളെ എടീൻ്റെ വോയിസ് കൊടുക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് മ്യൂട്ടാക്കി വെച്ച് കേസ്. പിന്നെ ഞാൻ വോയിസ് ഓവറല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി. അങ്ങനെ മന്തിയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ വലിയ പാത്രത്തേക്കൊക്കെ ഇട്ട് 3 അൽഫാമും ഒരു ക്വാർട്ടർ ഹാഫും ആണ് പറഞ്ഞത്. അപ്പോൾ റൈസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു സെപ്പറേറ്റ് അൽഫാം മേടിച്ചപ്പോൾ അതിന് കൂടെ ഒരു കുബൂസും കിട്ടും. ഇത് എടുത്ത് പറയേണ്ട ഒരു സാധനം എന്താണെന്നറിയോ? മയോണൈസ്. ആ സാധനത്തിൻ്റെ പണി എന്താ പറയുക, വല്ലാത്തൊരു സാധനം. ഒരു മധുരം പുളിയൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക തരം മയോണൈസ്. എന്നിട്ട് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു പിടിയൊക്കെ ഫസ്റ്റ് നിങ്ങൾക്ക് തന്നു. എൻ്റെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അത് വായിക്ക് വെച്ചപ്പോൾ സ്വർഗം മാമാ അജമ്മേ. നമ്മൾ വിശന്ന് നമ്മൾ മുന്നേക്ക് ഇങ്ങനെ ബിരിയാണിക്ക് നീട്ടുമ്പോൾ അതുപോലെ ഉണ്ടായിരുന്നു ബിരിയാണിക്ക് വേറെ മന്തി. അങ്ങനെ ചൂടുള്ളൊക്കെ കുടിച്ചു. എന്തായാലും തിന്ന മന്തിക്ക് തയ്ച്ച് കേസ്. കാരണം പപ്പ അന്ന് 2 ആട്ടാട്ടി. ആ ഇത്ര ചൂടൊക്കെ ആയിട്ടും ചൂടൊന്നൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിയിട്ട് നടക്കുന്ന അതാണ് എൻ്റെ പപ്പ. അത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. ടാറ്റാ.